അതേപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെ കാര്യം. വിമാനത്താവളം നമ്മുടെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരികയാണ്. അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ഇതേവരെ മറ്റ് തടസ്സങ്ങളൊന്നും അതിനുണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റും നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകുന്നത്. അടുത്ത വർഷത്തോടെ ഇതിനാവശ്യമായ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കേസ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. എങ്കിലും മറ്റ് തടസ്സങ്ങൾ വരില്ല എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. 2026 സ്ഥലമേറ്റെടുത്ത് കഴിഞ്ഞ് വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാകും എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. റോപ്പ് വേയുടെ കാര്യത്തിലും നല്ല പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസ്റ്റർ പ്ലാനിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായി സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വരും. വിവിധ മേഖലകളിലെ വിദഗ്ധരടക്കം അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ആ വർധനക്കനുസരിച്ച് സുഗമമായ യാത്രാ സൗകര്യം, പാർക്കിംഗ്, ശുദ്ധജല ലഭ്യത, സാനിറ്റേഷൻ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാവണം. എന്നാൽ അതേസമയം പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണം. അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഏൽക്കാതിരിക്കുകയും വേണം. എരുമേലി അടക്കമുള്ള സമീപ പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി വികസിക്കേണ്ടതുണ്ട്. ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. ഏതാണ്ട് 2050 വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ശബരിമല, പമ്പ, പരമ്പരാഗത പാത, നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യാശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേഔട്ട് പ്ലാൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ശബരിമല സന്നിധാനത്തിൻ്റെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 600,47 ലക്ഷം രൂപയും 2028-2033 വരെയുള്ള രണ്ടാം ഘട്ട വികസനത്തിന് 100,02 ലക്ഷം രൂപയും 2034-2039 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77,68 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 718,17 ലക്ഷം രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത്.
ശബരിമല തീർത്ഥാടനത്തിലുള്ള ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ടാണ് പമ്പയെ ലേഔട്ട് പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കയറുന്നതിനും സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നതിനും ഒരു പ്രത്യേക സർക്കുലേഷൻ റൂട്ട് പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കി അതുവഴി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് ഒഴിവാക്കുവാൻ ഉതകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ലേഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 184,75,00,000 രൂപ, 2028-2033 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 22,73,00,000 രൂപ, അങ്ങനെ ആകെ 207,48,00,000 രൂപ.